ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഈ വീഡിയോയിൽ ഒരു ഡെമോ സാമ്പിൾ പ്രോഗ്രാമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് പ്രോഗ്രാമായിട്ട് കൂട്ടണ്ട. നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു 2 ഡയമെൻഷണൽ അറേയിലേക്ക് കീബോർഡ് വഴി എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്, എന്നിട്ട് ആ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റ ടു ഡയമെൻഷണൽ അറേയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റ എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, കീബോർഡ് വഴി എൻ്റർ ചെയ്യുന്ന ഡാറ്റയെ 2 ഡയമെൻഷണൽ അറേയിലോട്ട് സ്റ്റോർ ചെയ്യുന്നതും സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റയെ ഡിസ്പ്ലേ ചെയ്യാനും, ഈ രണ്ട് ഫങ്ഷൻസ് എങ്ങനെയാണ്, ഈ രണ്ട് കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാമിൽ ചെയ്യുന്നത്, പ്രോഗ്രാം എഴുതുന്നത് എങ്ങനെയാണ്, നമ്മൾ പ്രോഗ്രാമിലൂടെ അച്ചീവ് ചെയ്യുന്നത് എന്നാണ് ഈ സാമ്പിൾ ഡെമോ പ്രോഗ്രാം ഉപയോഗിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ, ടെമ്പറേച്ചർ 2 സിറ്റീസ് തന്നിട്ടുണ്ട്, സിറ്റി 1 എന്നും സിറ്റി 2 എന്നും. ഈ 2 സിറ്റീസിൻ്റെ 7 ദിവസത്തെ ടെമ്പറേച്ചർ ഇവിടെ ടേബിൾ ഫോമിൽ തന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു 2 ഡയമെൻഷണൽ അറേയിലോട്ട് സ്റ്റോർ ചെയ്യണം. അപ്പോൾ 2 സിറ്റി ഉണ്ട്, 7 ഡേയ്സ് വീതമുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു വരുമ്പോൾ മൊത്തം 14 വാല്യൂസ് നമുക്ക് ഈ 2 ഡയമെൻഷണൽ അറേയിൽ സ്റ്റോർ ചെയ്യണം. ഇതിപ്പം 14 വാല്യൂസ് എന്ന് പറയുമ്പോൾ, സപ്പോസ് ഇപ്പോൾ ഒരു വേരിയബിൾസ് ഉപയോഗിച്ചാണ് എങ്കിൽ ഈ ഡാറ്റയെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് 14 വേരിയബിൾസ് ആവശ്യമുണ്ട്. അതേസമയം 1 ഡയമെൻഷണൽ അറേ ആണെങ്കിൽ നമുക്ക് 2 1 ഡയമെൻഷണൽ അറേ ഉപയോഗിച്ച് ഈ ഡാറ്റയെ നമുക്ക് സ്റ്റോർ ചെയ്യാം. ഓരോ സിറ്റിക്കും ഓരോ അറേ വെച്ച് ക്രിയേറ്റ് ചെയ്താൽ മതി, ഓരോ 1 ഡയമെൻഷണൽ അറേ വെച്ച് ക്രിയേറ്റ് ചെയ്താൽ മതി. സിറ്റി 1-ന് ഒരു 1 ഡയമെൻഷണൽ അറേ, സിറ്റി 2-ന് അടുത്ത ഒരു 1 ഡയമെൻഷണൽ അറേ, അങ്ങനെ 2 1 ഡയമെൻഷണൽ അറേ ഉപയോഗിച്ച് നമുക്കിത് സ്റ്റോർ ചെയ്യാം. അതല്ല 2 ഡയമെൻഷണൽ അറേ ആണ് എങ്കിൽ ഒരൊറ്റ 2 ഡയമെൻഷണൽ അറേ മതി നമുക്ക് ഈ ടേബിൾ ഫോമിലുള്ള ഡാറ്റ ആ 2 ഡയമെൻഷണൽ അറേയിലോട്ട് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ 2 ഡയമെൻഷണൽ അറേ ഉപയോഗിച്ച് നമ്മൾ അച്ചീവ് ചെയ്യുന്ന ആ ഒരു രീതിയാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പം 2 സിറ്റി ഉണ്ടെന്ന് പറഞ്ഞു, 7 ദിവസവും ഉണ്ടെന്ന് പറഞ്ഞു. അതായത് നമുക്ക് സിറ്റീസിനെ നമുക്ക് റോ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇത് സിറ്റി 1, ഇത് സിറ്റി 2, ഇതും ഓരോന്നും ഓരോ റോസ് ആണ്. അതുപോലെ തന്നെ 7 ഡേയ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്, 7 ദിവസത്തെയും ഡാറ്റ കൊടുത്തിട്ടുണ്ട്. ആ 7 ദിവസത്തെ നമുക്ക് ഓരോന്നിനെയും കോളംസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ 2 റോസും 7 സെറ്റ് ഓഫ് കോളംസും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ 2D അറേ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2D അറേയുടെ ഡയമെൻഷൻസ്, അതായത് എത്ര റോ എത്ര കോളം എന്ന് നമുക്കിപ്പോഴേ മനസ്സിലായി കാണും. ഈ ടേബിൾ കാണുമ്പോഴേ മനസ്സിലാവും അതിൽ 2 റോയും 7 കോളംസും ഉള്ള ഒരു 2 ഡയമെൻഷണൽ അറേയാണ് നമുക്ക് വേണ്ടതെന്ന്. ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. ആദ്യം സിറ്റി 1 ഡേ 1 എന്ന് ചോദിക്കും. അതായത് സിറ്റി 1-ൻ്റെ ഡേ 1 മുതൽ ഡേ 7 വരെയുള്ള ടെമ്പറേച്ചേഴ്സ് എൻ്റർ ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പോൾ അതായിരിക്കും നമ്മൾ ആദ്യം എൻ്റർ ചെയ്യുന്നത്. അങ്ങനെ 7 ദിവസത്തെ എൻ്റർ ചെയ്ത് കഴിയുമ്പോഴേക്കും അടുത്ത സിറ്റി 2-ൻ്റെ ടെമ്പറേച്ചർ എൻ്റർ ചെയ്യാനായിട്ട് ചോദിക്കും. സിറ്റി 2-ൻ്റെ ഡേ 1 മുതൽ ഡേ 7 വരെയുള്ള ടെമ്പറേച്ചേഴ്സ് എൻ്റർ ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ കീബോർഡ് വഴി എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഡാറ്റ ഇതിലുള്ള ഓരോ എലമെൻറ്റ്സിലായിട്ട് ഓരോ ഇൻഡെക്സ് പൊസിഷനോടായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ സിറ്റി എന്നുള്ളത് റോ ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ റോ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ ആദ്യത്തെ റോയ്ക്ക് 0-ഉം രണ്ടാമത്തെ റോയ്ക്ക് 1-ഉം ആണ് ഇൻഡെക്സ് പൊസിഷൻ വരുന്നത്. അതുപോലെ തന്നെ കോളംസിൻ്റെ കേസ് എടുക്കുക. അപ്പം ഇത് 1 to 7 വരെയുള്ള ഡേയ്സ് ആണ് എങ്കിലും അതിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ എന്നുള്ളത് 0 to 6 ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ 2 വാല്യൂസ്, റോസിൻ്റെയും കോളംസിൻ്റെയും ഇൻഡെക്സ് പൊസിഷൻ അനുസരിച്ച് ഓരോ എലമെൻറ്റ്, ഓരോ പൊസിഷൻ നമുക്ക് കിട്ടും. അതിനനുസരിച്ച് ഓരോ പൊസിഷനിലോട്ടും ഈ ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെ സ്റ്റോർ ചെയ്ത ഡാറ്റ ഇതിവിടെ 27 ടൈപ്പ്, അവസാനത്തെ ടെമ്പറേച്ചർ ടൈപ്പ് ചെയ്ത് എൻ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അടുത്ത ഇത്രയും ഒരു ഔട്ട്പുട്ടും കൂടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അതായത് നമ്മൾ എൻ്റർ ചെയ്ത ഔട്ട്പുട്ട് എന്താണെന്ന് അത് ഒന്നും കൂടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അതായത് ഓരോ പൊസിഷനിലും സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്താണോ അതിനെ ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു സിമ്പിളായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. നമ്മളിവിടെ ചെയ്യുന്നത് കീബോർഡ് വഴി എൻ്റർ ചെയ്യുന്ന ഡാറ്റ ഒരു 2 ഡയമെൻഷണൽ അറേയിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് ആ സ്റ്റോർ ചെയ്ത ഡാറ്റയെ ഡിസ്പ്ലേ ചെയ്തും കാണിക്കുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നാണ് ഈ പ്രോഗ്രാമിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ റോസിനെ നമ്മൾ I എന്ന ആൽഫബറ്റ് ഉപയോഗിച്ചാണ് കൺസിഡർ ചെയ്യുന്നത്, റോസിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ. അപ്പോൾ ഇവിടെ റോസ് എന്ന് പറയുമ്പം ഇൻഡെക്സ് പൊസിഷൻ 0-ഉം 1-ഉം ആണ് വരുന്നത്. കാരണം 2 റോസ് ആണുള്ളത്. അപ്പോൾ അതിൻ്റെ ഇൻഡെക്സ് നമ്പേഴ്സ് 0-ഉം 1-ഉം ആയിരിക്കും. അത് നമ്മൾ I എന്ന ആൽഫബറ്റ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതേസമയം കോളംസിൻ്റെ നമ്മൾ ഇൻഡെക്സ് നമ്പേഴ്സ് നമ്മൾ J എന്ന ആൽഫബറ്റ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ കോളംസ് എന്ന് പറയുമ്പം 0 to 6 ആയിരിക്കും വരുന്നത്. അപ്പോഴാണല്ലോ 7 കോളംസ് വരുന്നത്. അപ്പം J എന്ന ആൽഫബറ്റ് ഉപയോഗിച്ച് കോളംസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. നമ്മൾ സാധാരണ 1 ഡയമെൻഷണൽ അറേ ആണ് എങ്കിൽ 2 ഡയമെൻഷണൽ അറേ ആണ് എങ്കിൽ അതിൻ്റെ ഡാറ്റ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇനിഷ്യലൈസ് ചെയ്യുന്നത് എന്ന് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വഴി നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചു. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചായിരിക്കും നമ്മൾ 2 ഡയമെൻഷണൽ അറേയിലോട്ട് വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആൾറെഡി വാല്യൂസ് പ്രോഗ്രാമർക്ക് തന്നെ അറിയാം. ആ പ്രോഗ്രാമിൽ തന്നെ വാല്യൂസ് സ്റ്റോർ ചെയ്യും. ഈ അറേയിലോട്ട് സ്റ്റോർ ചെയ്യുന്ന ഈ ഒരു രീതി നമുക്കറിയാം. പക്ഷേ നമുക്കിവിടെ വേണ്ടത് കീബോർഡ് വഴി എൻ്റർ ചെയ്യുന്ന ഡാറ്റയാണ് ഒരു 2 ഡയമെൻഷണൽ അറേയിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ ഒക്കത്തില്ല. ഇങ്ങനെ ഡിക്ലെയർ ചെയ്ത്
ചെയ്ത് ഇനിഷ്യലൈസ് ചെയ്യുന്ന മെത്തേഡ് ഈ ഒരു പ്രോഗ്രാം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം കീബോർഡ് വഴിയാണ് ഡാറ്റ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെയുള്ള വൺ ഡയമെൻഷണൽ അറേ നമ്മൾ കീബോർഡ് വഴി എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഡാറ്റയെ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോർ ലൂപ്പും ബാക്കി സ്റ്റേറ്റ്മെൻറ്റ്സുമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഫോർ ലൂപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ വൺ ഡയമെൻഷണൽ അറേയിൽ കീബോർഡ് വഴി എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഡാറ്റയെ സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ n എന്ന് പറഞ്ഞാൽ അതിൻ്റെ അറേയുടെ സൈസാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഈ I എന്നുള്ളത് ഇൻഡെക്സ് പൊസിഷനായിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇൻഡെക്സ് പൊസിഷൻ 0 to എത്രയാണോ സൈസ് അതിനേക്കാളും -1 ആയിരിക്കും ആ ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. എപ്പോഴാണോ ആ ഇൻഡെക്സ് നമ്പർ ഈക്വൽ ടു സൈസ് ആവുന്നത്, അതായത് സപ്പോസ് ഇപ്പം 5 ആണ് സൈസ് എങ്കിൽ ഇൻഡെക്സ് നമ്പേഴ്സ് 0 to 4 വരാൻ പാടുള്ളൂ. ഇൻഡെക്സ് നമ്പർ 5 വരികയാണെങ്കിൽ അവിടെ വെച്ച് ആ ഫോർ ലൂപ്പ് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത്, I<n എന്ന്. എപ്പോഴാണോ I<n ആവുമ്പോൾ മാത്രമേ ഈ ഫോർ ലൂപ്പിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവത്തുള്ളൂ. ഈക്വൽ ടു n ആവുകയോ അല്ലെങ്കിൽ n ആവുകയോ ചെയ്താൽ അവിടെ വെച്ച് അത് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ അതായത് അതിൻ്റെ സൈസ് എത്രയാണോ അത് ഉപയോഗിച്ചായിരിക്കും ഇവിടെ കണ്ടീഷൻ എഴുതുന്നത്. എന്നിട്ട് അതിൻ്റെ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആവുകയാണെങ്കിൽ ഈ C എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമ്മൾ കീബോർഡ് വഴി എൻ്റർ ചെയ്യുന്ന ഡാറ്റ ആ പർട്ടിക്കുലർ ഇൻഡെക്സ് പൊസിഷനിലോട്ട് അതങ്ങ് സ്റ്റോർ ആവും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ വൺ ഡയമെൻഷണൽ അറേയിൽ കീബോർഡ് വഴി എൻ്റർ ചെയ്യുന്ന ഡാറ്റയെ സ്റ്റോർ ചെയ്യുന്നത്. ഈ ഒരു ലോജിക്ക് ഉപയോഗിച്ചാണ് നമ്മൾ ഈ പ്രോഗ്രാമിലും നമ്മൾ കീബോർഡ് വഴി എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഡാറ്റയെ 2 ഡയമെൻഷണൽ അറേയിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഡിഫറൻസ് എന്തെന്ന് പറഞ്ഞാൽ 2 ഫോർ ലൂപ്പ് കാണും. ഒരു ഫോർ ലൂപ്പിൻ്റെ അകത്ത് മറ്റൊരു ഫോർ ലൂപ്പ് കൂടെ കാണും. അങ്ങനെയായിരിക്കും. കാരണം 2 ഡയമെൻഷണൽ അറേ ആണല്ലോ. ഒരു ഫോർ ലൂപ്പിൻ്റെ അകത്ത് മറ്റൊരു ഫോർ ലൂപ്പും കൂടെ കൊടുത്തിരിക്കും. ആദ്യത്തെ ഫോർ ലൂപ്പ് I എന്ന അതിൻ്റെ കൺട്രോൾ വേരിയബിൾ I ആയിരിക്കും. കാരണം I സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് പുറത്തുള്ള, അതായത് ആദ്യത്തെ ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നത്. I എന്ന് പറയുമ്പം റോസ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഓരോ റോ ബൈ റോ ആയിട്ടാണ് നമ്മൾ ഡാറ്റാസ് എൻ്റർ ചെയ്യുന്നത്. ആദ്യത്തെ റോ സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് അതിലുള്ള എല്ലാ കോളംസിൻ്റെയും നമ്മൾ ഫില്ല് ചെയ്യുന്നു. അങ്ങനെ അവസാനത്തെ കോളം എത്തിക്കഴിയുമ്പം അടുത്ത റോയിലോട്ട് മൂവ് ചെയ്യുന്നു, അതായത് +1. അപ്പോഴാണ് Iയുടെ വാല്യൂ +1 കൊടുക്കുന്നത്. അടുത്ത റോയിലോട്ട് മൂവ് ചെയ്യുന്നു, എന്നിട്ട് അതിലുള്ള കോളംസിൻ്റെ വാല്യൂസ് എല്ലാം നമ്മൾ എൻ്റർ ചെയ്യുന്നു. അങ്ങനെ റോ ബൈ റോ ആയിട്ടാണ് നമ്മൾ ഡാറ്റാസ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ആദ്യത്തെ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് I എന്ന് പറയുന്ന കൺട്രോൾ വേരിയബിൾ, അതായത് റോയുടെ പൊസിഷൻ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ അകത്ത് ഒരു ഫോർ ലൂപ്പും കൂടെ വരും. അവിടെ J എന്ന് പറയുന്ന കൺട്രോൾ വേരിയബിൾ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ച് ഏത് കോളമിലോട്ടാണോ ആ വാല്യൂ സ്റ്റോർ ചെയ്യേണ്ടത്, അതായത് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റോയിൽ ഏത് കോളമിലോട്ടാണോ ആ വാല്യൂ സ്റ്റോർ ചെയ്യേണ്ടത് എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അതിൻ്റെ പ്രോഗ്രാം നമുക്കിപ്പം കാണാം. ഇവിടെ ഇപ്പം നോക്കാം. നമുക്കിപ്പം കീബോർഡ് വഴി എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു പൊസിഷൻ്റെ ഔട്ട്പുട്ട് മാത്രമേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇവിടെ നോക്കുക. ഇവിടെ ഞാൻ കോൺസ്റ്റ് ഇൻറ്റ് സിറ്റി ഈക്വൽ ടു എന്നും കോൺസ്റ്റ് ഇൻറ്റ് ഡേയ്സ് ഈക്വൽ ടു 7 എന്നും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സംഭവം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ 2 ഡയമെൻഷണൽ അറേ ഞാനിവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഈ സിറ്റിയും ഡേയ്സുമാണ്. ഇങ്ങനെയാണ് ഞാൻ അതിൻ്റെ സൈസ് സെറ്റ് ചെയ്തത്. സൈസ് എത്ര, ഇപ്പം 10x10 എന്നോ 100x100 എന്നോ ഒരു സൈസ് നമ്മൾ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തില്ല. അതിന് പകരം സിറ്റി എന്നും ഡേയ്സ് എന്ന വേരിയബിൾസാണ് ഞാൻ ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇത് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ കൊടുത്ത കാര്യം അതൊരു കോൺസ്റ്റൻ്റ് ആണ് എന്ന് വായിക്കുന്ന ആൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇത് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ കൊടുത്തത്. അപ്പോൾ സിറ്റി എന്നും ഡേയ്സ് എന്നുമാണ് സൈസ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഈ സിറ്റി നമുക്ക് ഇവിടെ 2 എന്നും ഡേയ്സ് ഇവിടെ 7 എന്നും കൊടുത്തിട്ടുണ്ട്. ഇതൊരു കോൺസ്റ്റൻ്റ് ആയിട്ടാണ്, ഇതൊരു വേരിയബിൾ ആണ് എങ്കിലും അതിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആക്കാനായിട്ടാണ് ഈ കോൺസ്റ്റ് എന്നുള്ള ആ കീവേഡ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഈ പ്രോഗ്രാമിൻ്റെ അകത്ത് വെച്ച് പിന്നെ ചേഞ്ച് ചെയ്യാനൊക്കത്തില്ല. സിറ്റിയുടെയും ഡേയ്സിൻ്റെയും വാല്യൂ പ്രോഗ്രാമിൻ്റെ അകത്ത് വെച്ച് ചേഞ്ച് ചെയ്യാനൊക്കത്തില്ല. ഈ സിറ്റിയുടെ വാല്യൂ എപ്പോഴും 2ഉം ഡേയ്സിൻ്റെ വാല്യൂ എപ്പോഴും 7ഉം ആയിരിക്കും. ഇനിയല്ല നമുക്ക് കൂടുതൽ സിറ്റീസിൻ്റെ വാല്യൂസ് ഈ 2 ഡയമെൻഷണൽ അറേ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഇവിടെ മാത്രം നമ്മൾ വാല്യൂസ് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം 5 സിറ്റീസിൻ്റെ ഡാറ്റയാണ് നമുക്ക് ഈ 2 ഡയമെൻഷണൽ അറേ സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ ഈ 2നെ മാറ്റി 5 എന്ന് ഇട്ട് കൊടുത്താൽ മതി. മോർ ദാൻ 7 ഡേയ്സ്, ഇപ്പം 10 ഡേയ്സിൻ്റെ വാല്യൂസാണ് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ 7 മാത്രം മാറ്റി 10 എന്ന് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ആ പ്രോഗ്രാം ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടെ ഇൻക്ലൂഡ് ചെയ്താണ് ഈ പ്രോഗ്രാം ഉണ്ടാക്കിയിരിക്കുന്നത്. ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു 2 ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈസ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന സിറ്റി എന്നും ഡേയ്സ് എന്നുമാണ്. അപ്പോൾ ഇവിടെ എന്താണോ വാല്യൂ അത് തന്നെയായിരിക്കും ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പം 2 എന്നും 7 എന്നും ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൈസ് 2 എന്നും 7 എന്നാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ Iയും Jയും ഈ 2 വേരിയബിൾസും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. I റെപ്രസെൻറ്റ് ചെയ്യുന്ന റോസിൻ്റെ ഇൻഡെക്സ് പൊസിഷനും J റെപ്രസെൻറ്റ് ചെയ്യുന്ന കോളംസിൻ്റെ ഇൻഡെക്സ് പൊസിഷനുമാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒന്നും ഇനിഷ്യലൈസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഡിക്ലെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത് ഫോർ ലൂപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞ ഫോർ ലൂപ്പ് നോക്കുകയാണ്.
ഇപ്പോൾ ഫോർ ലൂപ്പിൽ ആദ്യം ഐ എന്ന് പറയുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എന്ന കൺട്രോൾ വേരിയബിൾ വെച്ചിട്ടുള്ള ഫോർ ലൂപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഈ ആദ്യത്തെ ഫോർ ലൂപ്പ് ഉപയോഗിച്ചാണ് ഏത് റോയിലോട്ടാണ് നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്യുന്നത്, ആ റോ സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് ആദ്യത്തെ ഫോർ ലൂപ്പ് ഉള്ളത്. അവിടെ ഐ = 0 എന്ന് കൊടുത്തു, ഐ < സിറ്റി, അതായത് ഇവിടെ കൊടുത്തിരുന്ന ആ നമ്പർ അതിൻ്റെ സൈസ് എത്രയാണ് അതാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ഐ < സിറ്റി എന്ന് കൊടുത്തിട്ടുണ്ട്, ++i എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്ത് മറ്റൊരു ഫോർ ലൂപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ജെ എന്ന കൺട്രോൾ വേരിയബിളാണ് ഉപയോഗിക്കുന്നത്. ഈ ഫോർ ലൂപ്പ് ഉപയോഗിച്ചാണ് ആ പർട്ടിക്കുലർ റോയിൽ, ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ പർട്ടിക്കുലർ റോയിൽ ഏത് കോളമാണ് ഫില്ല് ചെയ്യേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഈ ഫോർ ലൂപ്പ് ഉപയോഗിച്ചാണ്. ഇതിൻ്റെ അകത്ത് ജെ = 0 എന്നും ജെ <days എന്നും കൊടുത്തിട്ടുണ്ട്. ഇത് ജെ എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷൻ്റെ ആ ഒരു കണ്ടീഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എപ്പോഴാണ് ഇവിടെ ഇപ്പം ഇൻഡെക്സ് പൊസിഷൻ എന്ന് പറയുമ്പോൾ 0 to 6 ആയിരിക്കും ഈ ഇൻഡെക്സ് പൊസിഷൻ വരുന്നത്. ഇവിടെ 1 to 7 ആണ് ഡേയ്സ് എങ്കിലും അതിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ 0 to 6 ആയിരിക്കും. ഇൻഡെക്സ് പൊസിഷൻ 6 കഴിഞ്ഞ് 7 ആകുമ്പോൾ ഈ ഫോർ ലൂപ്പ് ടെർമിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയാണ് ജെ <days എന്നൊരു സംഭവം കൊടുത്തിട്ടുള്ളത്. ഡേയ്സിൻ്റെ വാല്യൂ 7 ആണ്. അപ്പോൾ അതായത് ഇവിടെ 7 ആയിരിക്കും വേണ്ടത്, ജെ <7 എന്നായിരിക്കും. ജെ <6 വരെയാണ്. അപ്പോൾ 0 to 6 ആണ് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്, ഇൻഡെക്സ് പൊസിഷൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to 6 ആണ്. അപ്പോൾ 0 to 6 ജെയുടെ വാല്യൂസ് വരുമ്പോഴെല്ലാം ഈ ഫോർ ലൂപ്പിൻ്റെ അകത്തുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. എപ്പോഴാണോ 6 ഇൻക്രിമെൻറ്റ് ചെയ്ത് 7 ആവുന്നത് അവിടെ വെച്ച് ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആകും. അവിടെ വെച്ച് ഈ ഫോർ ലൂപ്പ് സ്റ്റോപ്പായിട്ട് പിന്നെ നേരെ ഈ ഫോർ ലൂപ്പ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത് വെച്ചാൽ ഈ ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുക എന്നതായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആണെങ്കിൽ പിന്നെയും ഈ ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പം ഈ ഫോർ ലൂപ്പ് ഉപയോഗിച്ചാണ് ഏത് റോ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ആ റോയിൽ അവസാനത്തെ എലമെൻറ്റ് വരെ എത്തിക്കഴിയുമ്പോഴാണ് ഈ ഫോർ ലൂപ്പ്, ഈ രണ്ടാമത്തെ ഫോർ ലൂപ്പ് അതിൻ്റെ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവുന്നത്. ഈ ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നത് ഏത് കോളമാണ് എന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവസാനത്തെ കോളം എത്തപ്പോഴേക്കും ഈ ഫോർ ലൂപ്പിൻ്റെ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവുകയും ഈ ഫോർ ലൂപ്പ് സ്റ്റോപ്പ് ആവുകയും എന്നിട്ട് ഐ ഇൻക്രിമെൻറ്റ് ചെയ്ത് അടുത്ത റോയിലുള്ള കോളംസ് ഫില്ല് ചെയ്ത് തുടങ്ങുകയും ചെയ്യുന്നത്. അപ്പോൾ അടുത്ത കോളം ഫില്ല് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും വീണ്ടും ജെയുടെ വാല്യൂ 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തിട്ട് പിന്നെയും ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യണം. ഇവിടുത്തെ രണ്ടാമത്തെ റോയിൽ ആദ്യം മുതലുള്ള എലമെൻറ്റ്സ് ഫില്ല് ചെയ്ത് പോകും. അപ്പോൾ അങ്ങനെ 2 ഫോർ ലൂപ്പ് ഉപയോഗിച്ചാണ് ഈ 2 ഡയമെൻഷണൽ അറേയിൽ നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആവുകയാണെങ്കിൽ ഈ ഒരു സംഭവം ഡിസ്പ്ലേ ചെയ്യണം, ഈ ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യണം. അതിനുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. CO എന്ന് കൊടുത്ത് സിറ്റി ഇവിടെ I+1 എന്ന് കൊടുത്തിട്ടുണ്ട്. കാരണം ഐയുടെ വാല്യൂ 0 ആണ്. നമുക്ക് 0 എന്നുള്ള ഔട്ട്പുട്ട് അല്ല വേണ്ടത്, 1 എന്നാണ് കാണിക്കേണ്ടത്. കാരണം അങ്ങനെ യൂസർക്ക് മനസ്സിലാവുകയുള്ളൂ. അല്ലാതെ സിറ്റി 0 എന്ന് കൊടുത്താൽ യൂസർക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് I+1 എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഡേ എന്ന് ഡിസ്പ്ലേ ചെയ്ത് ഇവിടെയും J+1 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം ഡേയിലത് 0 to 6 വരുന്നതിന് പകരം 1 to 7 എന്നായിരിക്കും ഇവിടെ വാല്യൂസ് വരുന്നത്. അങ്ങനെ നമ്മൾ ഓരോന്ന് ഡിസ്പ്ലേ ചെയ്യുന്നു. ആ സമയത്ത് കീബോർഡ് വഴി എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഡാറ്റയെ ഈ 2 ഡയമെൻഷണൽ അറേയിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ഇവിടെ 2 ഡയമെൻഷണൽ അറേയിൽ സ്റ്റോർ ചെയ്യാനായിട്ട് ടെമ്പറേച്ചർ എന്ന് കൊടുത്ത് അറേയുടെ പേര് എഴുതി I എന്നും J എന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഐയുടെ വാല്യൂ ഇത് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുമ്പം ഐയുടെ വാല്യൂ 0 ആയിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ 0യും ജെയുടെ വാല്യൂ 0 മുതൽ 6 വരെ ആയിരിക്കും ജെയുടെ വാല്യൂ മാറുന്നത്. അപ്പോൾ ഓരോ തവണ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുമ്പം ഇവിടെ 0യും അപ്പം ഈ 30 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ആവുന്ന ഈ പൊസിഷനിലോട്ടായിരിക്കും. ഇത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും ജെ ഇൻക്രിമെൻറ്റ് ചെയ്ത് ജെയുടെ വാല്യൂ 1 ആവും. 0യിൽ നിന്ന് 1 ആവുന്നു. ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, അപ്പോൾ ട്രൂ ആവുന്നു. പിന്നെയും ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോഴാണ് ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റൺ ചെയ്യുന്നത്. ഇവിടെ വെച്ച് ജെയുടെ വാല്യൂ 1 ആയതുകൊണ്ട് +1 കൊടുക്കപ്പോഴേക്കും ജെ ഇവിടെ 2 എന്ന് എഴുതി കാണിക്കുന്നു. എന്നിട്ട് ആ സമയത്ത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഡാറ്റയെ ഈ പൊസിഷനിലോട്ട് സ്റ്റോർ ആവുന്നു. ഈ പൊസിഷൻ എന്ന് പറയുമ്പോൾ ആ സമയത്ത് ഐയുടെ വാല്യൂ എപ്പോഴും 0 തന്നെയാണ്, പക്ഷേ ജെയുടെ വാല്യൂ എന്നുള്ളത് 1 ആയിരിക്കും. അപ്പോൾ ആ സമയത്താണ് ഈ പൊസിഷനിലോട്ട് സ്റ്റോർ ആവുന്നത്. ഈ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 0 1 ആണ്. ഈ പൊസിഷൻ 1. 0 എന്ന് പറയുന്നത് റോ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ജെ വാല്യൂ അതായത് കോളം എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇവിടെ ഇൻഡെക്സ് പൊസിഷൻ 1 ആയിരിക്കും. ഇത് 0, ഇത് 1. അപ്പോൾ ആ ടൈപ്പ് ചെയ്യുന്ന ഈ 32 എന്നുള്ളത് ഈ പൊസിഷനിലോട്ട് സ്റ്റോർ ആവും. എന്നിട്ട് പിന്നെയും ജെയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യും. പിന്നെ ജെയുടെ വാല്യൂ 1ൽ നിന്ന് 2 ആവും. അതിങ്ങനെ ഈ പൊസിഷനിലുള്ള വാല്യൂസ് എല്ലാം എൻ്റർ ചെയ്ത് വരുന്നു. അവസാനം ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇവിടെ ഈ സെല്ലും ഫില്ല് ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ ജെയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവുന്നു. ഫാൾസ് ആകുമ്പോഴേക്കും അവിടെ വെച്ച് സ്റ്റോപ്പ് ആയിട്ട് പിന്നെ ഈ ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ഐയുടെ വാല്യൂ 0യിൽ നിന്ന് 1 ആവുന്നു. അപ്പോഴാണ് ഈ അടുത്ത റോയിലോട്ട് പോകുന്നത്. എന്നിട്ട് വീണ്ടും ആദ്യത്തെ കോളം മുതൽ ഫില്ല് ചെയ്തങ്ങ് തുടങ്ങും. അപ്പോൾ ഇങ്ങനെയാണ് ഈ 2 ഡയമെൻഷണൽ അറേയിലോട്ട് ഡാറ്റ എൻ്റർ ചെയ്യുന്നത്. ഇനി ഈ ഡാറ്റയെ എങ്ങനെയാണ് റിട്രൈവ് ചെയ്യുന്നത്, ഈ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നതെന്ന് നോക്കാം.
ഇവിടെ അത് ഡിസ്പ്ലേ ചെയ്യാൻ ഡിസ്പ്ലേയിങ് ടെമ്പറേച്ചർ എന്നുള്ള CO എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് ഡിസ്പ്ലേയിങ് ടെമ്പറേച്ചർ എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഈ ടെക്സ്റ്റ് ഇതുപോലെ തന്നെ അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. സ്റ്റോർ ചെയ്യുന്ന ഓരോ എലമെൻസിനെയും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. അതിനും ഫോർ ലൂപ്പ്, 2 ഫോർ ലൂപ്പ് ഉപയോഗിച്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിച്ച് സെയിം ഫോർ ലൂപ്പിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ഇവിടെയും കൊടുക്കുന്നത്. ഇവിടെ i=0, i city ++i എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അടുത്ത ഒരു ഫോർ ലൂപ്പ് j എന്ന കൺട്രോൾ വേരിയബിൾ ഉപയോഗിച്ച് അടുത്തൊരു ഫോർ ലൂപ്പ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആദ്യത്തെ റോയിൽ, അതായത് 0 ഇൻഡെക്സ് പൊസിഷനുള്ള റോയിൽ 0 ഇൻഡെക്സ് പൊസിഷനുള്ള കോളം സെലക്ട് ചെയ്തിട്ട് എന്നിട്ട് ദാ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. city1 day 1 എന്നുള്ള ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് ദാ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. എന്നിട്ട് ആ വാല്യൂ, സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്താണെന്ന് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ആ 2 ഡയമെൻഷണൽ അറേയുടെ പേരും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടെമ്പറേച്ചർ ij എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ij എന്ന് പറഞ്ഞാൽ ആദ്യം എക്സിക്യൂട്ട് ചെയ്യുമ്പം ഐയുടെ വാല്യൂ 0 ആണ്, jയുടെ വാല്യൂ 0 ആണ്. അപ്പം ഇത് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. എൻ്റർ എന്ന് കൊടുക്കുമ്പം അടുത്ത ലൈനിലേക്ക് പോകുന്നു. എന്നിട്ട് അത് വീണ്ടും ജെ ഇൻക്രിമെൻറ്റ് ചെയ്ത് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ട്രൂ ആവുന്നു, ജെയുടെ വാല്യൂ 0 നിന്ന് 1 ആവുന്നു. എന്നിട്ട് വീണ്ടും ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യപ്പോഴാണ് ഇത് ഡിസ്പ്ലേ ചെയ്യുന്നത്. എന്നിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യപ്പം ഈ ആ പൊസിഷനിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്താണ് ഡിസ്പ്ലേ ചെയ്യും. ഈ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഐയുടെ വാല്യൂ 0 തന്നെയാണ്, ജെയുടെ വാല്യൂ 1 ആയി. നേരത്തെ 0 ആയിരുന്നു, ജെയുടെ വാല്യൂ 1 ആയി. അപ്പോൾ അതാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അങ്ങനെ അവസാനം ജെയുടെ വാല്യൂ ഇവിടെ കണ്ടീഷൻ ഇൻക്രിമെൻറ്റ് ചെയ്ത് അപ് ടു 0 to 6 എന്നുള്ളത് 0 to 6 എന്നുള്ളത് ഇൻക്രിമെൻറ്റ് ചെയ്ത് ജെയുടെ വാല്യൂ 7 ആകുമ്പോഴാണ് ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവുകയും ഫോർ ലൂപ്പ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് നേരെ ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് അടുത്ത റോയിലോട്ട് പോകുന്നത്. അപ്പോഴാണ് city2 എന്നുള്ളതിൻ്റെ ഡാറ്റ ഫുള്ളും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അത് അങ്ങനെ 2 ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ഈ 2 ഡയമെൻഷണൽ അറേയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്തും കാണിക്കാൻ നോക്കും. അപ്പോൾ ഈ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് കാണാതെ പഠിച്ച് വയ്ക്കുക. ഈ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെയായിരിക്കും മിക്കവാറും സമയങ്ങളിൽ നമുക്ക് ഈ 2 ഡയമെൻഷണൽ അറേയിലോട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ ഡാറ്റ ഡിസ്പ്ലേ ചെയ്യാനുമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡെമോ പ്രോഗ്രാം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇതൊന്നും എക്സാമിന് ചോദിക്കത്തില്ല, പക്ഷേ എങ്ങനെയാണ് 2 ഡയമെൻഷണൽ അറേയിലോട്ട് ഡാറ്റ കീബോർഡ് വഴി സ്റ്റോർ ചെയ്യുന്നതെന്നും ആ ഡാറ്റ എടുത്ത് എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു പ്രോഗ്രാം കാണിച്ചത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ മെട്രിക്സിൻ്റെ പ്രോഗ്രാം, നമുക്കൊരു മെട്രിക്സിൻ്റെ ഡാറ്റ എങ്ങനെയാണ് ഒരു സാമ്പിൾ പ്രോഗ്രാമിലോട്ട് എങ്ങനെയാണ് 2 ഡയമെൻഷണൽ അറേയിലോട്ട് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത് എന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.